എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ഒരു വിശകലനം നടത്തിയത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ കുറിച്ച് ഒരു വിശകലനം നടത്തുമ്പോൾ മാർക്കറ്റ് ഏറെക്കുറെ ഒരു ട്രാവൽ നടത്തി, അതായത് 600 പോയിന്റിന്റെ ട്രാവൽ നടത്തി മുകളിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തത്. അതിനുശേഷം പല സംഭവ വികാസങ്ങളും ഇവിടെ നടന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അതിനു മുന്നേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ GDP റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ GDP റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല അവിടെ വന്നത്. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നതൊരു ഘടകമായിരുന്നു. പക്ഷേ നിലവിൽ ഈ ഒരു റിപ്പോർട്ട് വന്ന ശേഷം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ റിപ്പോർട്ടിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 150 പോയിന്റിന്റെ ഒരു അല്ലെങ്കിൽ ഒരു 130-40 പോയിന്റിന്റെ ഒരു നല്ലൊരു റാലി നടത്തുന്നതാണ് പിന്നെ നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷെ മാർക്കറ്റ് അതിനുശേഷം ക്ലോസ് ചെയ്തതാകട്ടെ ഒരു അറൗണ്ട് ഒരു 100 പോയിന്റിന് അടുത്ത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുന്ന രീതിയിലാണ് നിലവിൽ മാർക്കറ്റ് ക്ലോസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു GDPയുടെ ആ റിപ്പോർട്ട് നമ്മുടെ മാർക്കറ്റിനെ അധികം ബാധിക്കുന്നില്ല എന്ന് വേണം ഏറെക്കുറെ അത് കാണുവാൻ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഓപ്പൺ ചെയ്യും. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഉണ്ടാക്കിയ ഹൈ ഒക്കെ വനിഷായി പോകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനുള്ളൊരു സാഹചര്യമൊക്കെ കുറവാണ്. കാരണം മാർക്കറ്റ് ഒരു ബുൾ മൊമെന്റത്തിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ നാളെ നമുക്ക് രാവിലെ അത് പറയാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും. പക്ഷേ നിലവിലുള്ള കണ്ടീഷൻ തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ബെയറിഷ് എന്ന രീതിയിലേക്ക് പോയിരുന്ന മാർക്കറ്റിനെ അല്പം തിരിച്ചു കൊണ്ടുവന്ന ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് തന്നെ കൊണ്ടു നിർത്തുന്ന, അല്ലെങ്കിൽ പഴയ റേഞ്ചിലേക്ക് കൊണ്ടു നിർത്തുന്ന രീതിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ആഴ്ചയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇത്രയും നല്ലൊരു മൂവ്മെന്റ് നടത്തിയ മാർക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആയിരുന്നു. എന്തായിരുന്നു? മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 600 പോയിന്റ് റാലി. ഈ ഒരു റാലി എന്നത് എക്സിറ്റ് പോളിന്റെ ഫലമായിട്ട് റാലി ചെയ്യുകയും അതിനുശേഷം ശരിയായ റിസൾട്ട് വരുമ്പോൾ നല്ല ഒരു 400 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നത് ഒരു അനിവാര്യമായിരുന്നു. കാരണം നല്ലൊരു ഗ്യാപ്പ് അപ്പിലേക്കാണ് മാർക്കറ്റ് പോയത്. ഞാനിവിടെ ചാർട്ടുകൾ ഒന്നുകൂടി ഇവിടെ ട്രെൻഡ് ലൈനിലും ഒക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈ ഒരു റേഞ്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ശക്തമായി 400 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവെങ്കിലും തുടർച്ചയായിട്ട് ഈ ഒരു റേഞ്ച്, അതായത് 23,360-65 എന്ന റേഞ്ചിനടുത്ത് മാർക്കറ്റ് റെസിസ്റ്റൻസ് നേരിടുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. 1, 2, 3, 4 ഡേയ്സ് ആണ് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് എക്സ്പയറി ഡേറ്റിൽ വീണ്ടും അവിടെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും മാർക്കറ്റ് അതിശക്തമായി താഴേക്ക് ക്രാഷ് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ആ ഒരു ന്യൂസ് ചാനലിൽ വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ, അതായത് ടെലഗ്രാം ന്യൂസ് ചാനലുണ്ടല്ലേ, അവിടെ വ്യക്തമായിട്ട് കൊടുത്തിരുന്നതാണ്. മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് വരുന്നു, അവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ക്രാഷ് ആവുകയും, ക്രാഷ് ആയാൽ എവിടം വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് 90% ഒന്ന് അവിടെ സംസാരിക്കുകയും ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്ന് അതേ റേഞ്ചിൽ തന്നെ ഒരു ബെയറിഷ് രീതിയിൽ വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. പക്ഷെ അതിനുശേഷം എന്താണ്? ശരിക്കും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നിഫ്റ്റിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. നോക്കൂ, അതിനുശേഷം ആ ഒരു ബെയറിഷിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തിരികെ വരുന്ന രീതിയിൽ ഒരു 200 സംതിങ് പോയിന്റിന്റെ റാലി നടത്തി തിരിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അപ്പോൾ നമുക്കിവിടെ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? നല്ലൊരു റാലി നടത്തി, അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ ഗ്യാപ്പ് അപ്പ് സംഭവിച്ചു, അതിനുശേഷം മാർക്കറ്റ് നന്നായി കൺസോൾട്ടേറ്റ് ചെയ്തു, ശേഷം ആ ഗ്യാപ്പ് ഫില്ല് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു എന്നത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷിലേക്ക് പോകുന്നതിനുള്ള സൂചനയായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് ഇപ്പോൾ അത് പറയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും FISന്റെ സെല്ലിങ്, FIS നല്ല രീതിയിൽ അവർ സെല്ല് ചെയ്യുകയാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി 1-2 ദിവസം അവരൊന്ന് ബൈ ചെയ്തു, അതിനുശേഷം നല്ല ഒരു സെല്ലിങ് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് DIs, ശരിയാണ്. ഒരു പക്ഷേ DIs ആണ് ഇവിടം വരെ നമ്മളെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ എവിടേക്കോ പോകേണ്ട മാർക്കറ്റായിരുന്നു. അപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ നിലവിൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റേഞ്ച് എന്നത് നമുക്ക് 2 റേഞ്ചുകൾ എടുക്കാം. 2 റേഞ്ചുകൾ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു 4 ദിവസം ക്രിയേറ്റ് ചെയ്ത റെസിസ്റ്റൻസ് കണ്ടില്ലേ? മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് റിജക്ട് ചെയ്യുന്നത്. ഒരു 23,360 സംതിങ് എന്ന് എടുക്കാം. ആ ഒരു റേഞ്ചിന് മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നു നോക്കാം. അവിടെ നിന്ന് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 24,538 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റിന് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇനി ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് തീർച്ചയായിട്ടും 24,800 എന്ന റേഞ്ചിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ബ്രേക്ക് ചെയ്താലുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ 24,800 എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റ് ആ ഒരു പഴയ പ്രതാപ കാലഘട്ടത്തിലേക്ക്, ഒരു ബുൾ മൊമെന്റത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ.
അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നിലവിൽ ശരിക്കും നമ്മുടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ സ്ലൈറ്റ്ലി ഒരു ബുൾ മൊമെന്റം ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. ഇനി മാർക്കറ്റ് നേരെ തിരിച്ച് താഴേക്ക് വന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എവിടെയാണ്? തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എടുക്കാവുന്ന സപ്പോർട്ട് ആദ്യത്തത് 200 മൂവിംഗ് ആവറേജ് ആണ്. ഈ ഒരു 200 മൂവിംഗ് ആവറേജ് ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് നോക്കുക താഴേക്ക്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കില്ല എന്ന് കരുതുക. തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനുശേഷം എവിടം വരെ വരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണിക്കുന്നത്. 23,280, 23,300 മാർക്കറ്റ് വരുവാനുള്ള സാധ്യത കൂടുതലാണ് താഴേക്ക്. സാധ്യത എന്നാൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് താഴേക്ക് വന്ന് നമ്മുടെ 200 മൂവിംഗ് ആവറേജ് വീണ്ടും ബ്രേക്ക് ചെയ്താലുള്ള അവസ്ഥയാണ് പറയുന്നത്. വീണ്ടും 200 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആ ഒരു ബെയറിഷ് രീതിയിലേക്ക് സ്വഭാവത്തിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുകയും റെസിസ്റ്റൻസ് എടുക്കുകയും ചെയ്ത് നിന്നിരുന്ന മാർക്കറ്റിനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതാണ് പറയുന്നത് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും നല്ല പ്രോഫിറ്റിൽ ഇറങ്ങാൻ സാധിക്കും. മാർക്കറ്റ് എവിടെയൊക്കെയാണ് റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യത, എവിടെയൊക്കെയാണ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത നോക്കൂ. മാർക്കറ്റ് പ്രധാനപ്പെട്ട റേഞ്ച് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തു, അതിനുശേഷം താഴേക്ക് വരുന്നു. വന്നാൽ പിന്നെ സപ്പോർട്ട് എവിടെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ആ ഒരു 600 പോയിന്റിന്റെ റാലി നടത്തി അതിനുശേഷം വല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു നല്ല സപ്പോർട്ടാണെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിന്നു, അതിനുശേഷം നെക്സ്റ്റ് ഡേ കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റിന്റെ ഒരു റേഞ്ചുകൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെൻഷൻ ഇല്ലാതെ മാർക്കറ്റിനെ സമീപിക്കാൻ സാധിക്കും. അതായത് നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കേണ്ട ഒരുപാട് ആളുകളെ എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശരിയായ റേഞ്ചുകൾ മാർക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത, ഈ മുകളിലേക്ക് പോയാൽ എവിടെയൊക്കെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യത, ഇതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കി മാർക്കറ്റിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താണ്? വീക്കിലി ചാർട്ടിലേക്ക് വന്നാലും നോക്കൂ, ആ ഒരു ബുൾ മൊമെന്റം നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ശരിയാണ്, പ്രധാനപ്പെട്ട റേഞ്ചിൽ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട്. പക്ഷേ താഴെ നിന്ന് നല്ലൊരു ബൈങ് എപ്പോഴും താഴേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി FIAs കൂടി നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാം. പക്ഷേ FIAs ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്നതാണ് സത്യം. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയ ബെയറിഷ് രീതി തന്നെ നിൽക്കുന്നുണ്ട് നിലവിൽ. നോക്കൂ, ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോഴും ശക്തമായ സെല്ലിംഗ് പ്രഷറിൽ തന്നെ നിൽക്കുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയാണ് കാണുവാൻ സാധിച്ചത്. ഇത് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാണുവാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാൻ ശ്രമിക്കുകയും നിഫ്റ്റി മുകളിലേക്ക് പോകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് കുറേ നേരം കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ട് പോയത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അത്ര ശുഭകരമായിട്ടുള്ള ഒരു ചാർട്ടല്ല ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ ഒരു ബെയറിഷ്നെസ് ഉണ്ട് എന്നതും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം ഇതെല്ലാം നിഫ്റ്റിയെ സ്വാധീനിക്കാം. ബാങ്ക് നിഫ്റ്റി താഴേക്കും നിഫ്റ്റി മുകളിലേക്കും പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ വരും. മനസ്സിലായില്ല? ഇനി അതല്ല, നേരെ ബാങ്ക് നിഫ്റ്റി കൂടി ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നിഫ്റ്റിയുടെ ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ നിഫ്റ്റിയെ ഒരുപാട് സഹായിക്കും. അതുകൂടി നിങ്ങളത് മനസ്സിൽ വെക്കുക. നമ്മൾ നേരെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇന്ത്യ വിക്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഇന്ത്യ വിക്സ് 5% മുകളിലാണ് ക്രാഷ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിക്സ് ക്രാഷ് ആവുക എന്നാൽ എന്താണ്? ഒരു വലിയ നെഗറ്റീവ് രീതിയിൽ നിന്നൊന്ന് മാറി എന്നാണ് ഇത്രയും വലിയൊരു ക്രാഷിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന് കുറച്ച് ബുൾ മൊമെന്റത്തിലേക്ക് മാർക്കറ്റ് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നൊരു സപ്പോർട്ട് നമുക്ക് ആര് നൽകുന്നു? ഇന്ത്യ വിക്സ് നൽകുന്നു. വിക്സിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. വിക്സ് ഡൗൺ ആവുന്നതനുസരിച്ച് നമ്മുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്, അതായത് വലിയ മൂവ്മെന്റുകൾ നടക്കുന്ന രീതി അല്പം ഒന്ന് കുറയുവാനും സാധ്യതയുണ്ട്. വിക്സ് കൂടുമ്പോൾ ശരിയാണ്, പ്രീമിയം ഒക്കെ വളരെ കൂടുതലായിരിക്കും, പക്ഷെ മൂവ്മെന്റും കൂടുതലായിരിക്കും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിക്സ് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ഒരു ചെറിയ ബുൾ മൊമെന്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വിക്സും അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിനി US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പെർഫോമൻസ് നോക്കാം. തീർച്ചയായിട്ടും ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പവർ കുറയുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? FIAs ഇന്ത്യയിൽ നിന്ന് സെല്ല് ചെയ്യുകയും അവർ US മാർക്കറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ട്രംപ് ഒക്കെ അധികാരത്തിലേക്ക് വന്ന ശേഷം കൂടുതൽ അവർക്ക് അവിടെ അവസരങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അപ്പോൾ അവർ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു പവർ കുറയുന്നു, US ഡോളറിന് ഒരു പവർ കിട്ടുകയും ചെയ്യാൻ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം
കൊണ്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് അത് നമ്മുടെ മാർക്കറ്റിനെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും FIAs ഒരല്പം സെല്ലിംഗ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ തിരിച്ചുവരവാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതല്ലാത്ത സമയത്തോളം നമുക്ക് ഒരു വലിയ ബുൾ മൊമെന്റത്തിലേക്കൊക്കെ നമ്മൾ മാർക്കറ്റ് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. നമ്മളിപ്പോൾ ഗോൾഡിന്റെ കേസിലേക്ക് വന്നാലും നോക്കൂ, ഗോൾഡ് ഒരു തിരിച്ചുപോക്കിനുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു നിന്നത്. പക്ഷേ പ്രധാനപ്പെട്ട റേഞ്ചിൽ നിന്നും റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു മേഖലയൊക്കെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. കാരണം നമ്മുടെ മാർക്കറ്റ് ഇക്വിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ കുതിച്ച് മുകളിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് കുതിച്ച് പോവുകയാണെങ്കിൽ ഗോൾഡിന്റെ കാര്യത്തിൽ അല്പം താഴേക്കുള്ള ഒരു ട്രാവലായിരിക്കും നടത്തുക. ഇനി നേരെ മറിച്ച് ഗോൾഡ് ശക്തമായി മുകളിലേക്ക് കയറുകയും അങ്ങനെ വരുമ്പോൾ എന്താണ് നടക്കുക? തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് എപ്പോഴും താഴേക്ക് വീഴാനാണ് ശ്രമിക്കുക. ഇക്വിറ്റി മാർക്കറ്റ് താഴേക്ക് വീഴുവാനാണ് ശ്രമിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ പല ആളുകളും അവിടെ നിന്നും സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത ശേഷം കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു മേഖല എന്ന രീതിയിൽ ഗോൾഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ബോൺസിന്റെ കാര്യം പറഞ്ഞാലും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ മാർക്കറ്റ് നല്ല രീതിയിൽ ബുൾ മൊമെന്റത്തിൽ പോയാലോ, ബുൾ മൊമെന്റത്തിൽ പോകുമ്പോൾ അവർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗോൾഡിൽ നിന്നും ബോൺസിൽ നിന്നൊക്കെ അവർ വിഡ്രോ ചെയ്യുകയും അവർ നേരെ എവിടേക്ക് കൊണ്ടുവരുന്നു? അവർ ഇക്വിറ്റീസ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ കൂടി നിങ്ങളുടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ നേരെ OA ബിൽഡപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. OA ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച എന്താണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നോക്കാം. നോക്കൂ, വെള്ളിയാഴ്ച സംഭവിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ബുൾസ് ഇവിടെ കയറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു പുട്ട് ബിൽഡപ്പ് ഇവിടെ വരുന്നു. അതായത് 24,150 24,100 എല്ലാം നല്ല രീതിയിൽ, ശരിക്കും പറയുകയാണെങ്കിൽ 24,100 നല്ല രീതിയിൽ ഒരു പുട്ട് ബിൽഡപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 24,000 കോൾ സെല്ലേഴ്സ് അൺവൈൻഡിങ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് താഴേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും നല്ലൊരു അൺവൈൻഡിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട് സെല്ലേഴ്സ് അല്പം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? മാർക്കറ്റ് ആ ദിവസം ഒരു ബുൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. PCR നോക്കൂ, ഓവറോൾ PCR 1 ആണ്. അപ്പോൾ അതൊരു ന്യൂട്രൽ റേഞ്ച് ആണെങ്കിലും ഒരു ബുൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ മണിയുടെ ആ ഒരു PCR നോക്കിക്കഴിഞ്ഞാലും 0.97 ആണ്. തീർച്ചയായിട്ടും അതും പോസിറ്റീവാണ്. ഒരു ബുൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മളിവിടെ വെയിറ്റേജ് ഉള്ള ചില സ്റ്റോക്കുകൾ നോക്കുന്നുണ്ട്. വെയിറ്റേജ് ഉള്ള HDFC ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ HDFC ബാങ്കും നോക്കൂ, അല്പം താഴേക്കുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും താഴെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷറിൽ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതും HDFC ബാങ്ക് ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ഒക്കെ നല്ലൊരു മൂവ്മെന്റ് നടത്തും. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC ബാങ്ക്. അത് കഴിഞ്ഞാൽ റിലയൻസ് ആണ്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. റിലയൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും റിലയൻസും നല്ല രീതിയിൽ താഴേക്ക് വന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നിന്നും ചെറിയ രീതിയിൽ ഒന്ന് റിക്കവറി ചെയ്യാൻ റിലയൻസും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇൻഫോസിസിന്റെ കണ്ടീഷൻ എടുത്താൽ അപ്പോൾ ഇതുപോലുള്ള വെയിറ്റേജ് ഇൻഫോസിസ് അത്ര ശുഭകരമായിട്ടുള്ള രീതിയല്ല ഇൻഫോസിസ് കാണുവാനും സാധിക്കുന്നത്. ബാക്കിയുള്ള HDFC റിലയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഫോസിസ് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ TCSലേക്ക് വന്നു കഴിഞ്ഞാലും TCS നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ICICIലേക്ക് വന്നു കഴിഞ്ഞാൽ ICICI ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കൊഡാക് ബാങ്കിലേക്ക് വന്നാൽ കൊഡാക് ബാങ്ക് അത്ര സുഖകരമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൂടുതലും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെയായാലും നമ്മുടെ മാർക്കറ്റിൽ ഒരു വലിയ ബെയറിഷിലോട്ട് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നവർ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. കോഴ്സൊക്കെ എടുത്തവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി FIAസിന്റെ ഒരു ഡേറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് FIAs ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, FIAs ക്യാഷ് മാർക്കറ്റിൽ നല്ല രീതിയിൽ അവർ സെല്ല് ചെയ്തിരിക്കുകയാണ്. വീണ്ടും 4,384 കോടിക്ക് സെല്ല് ചെയ്യുകയും പക്ഷേ നമ്മളെ 5,723 കോടിക്ക് DIs ബൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് അവരുടെ സപ്പോർട്ടിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും കൂടുതൽ കയറുവാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അത്രയും കയറി നിന്നത്. ഇവരുടെ ഈ ഒരു സെല്ലിംഗ് എന്നാണ് നിൽക്കുന്നത് എന്നൊരു വലിയൊരു ഘടകമാണ്. നമുക്ക് ഇനി മാർക്കറ്റിന്റെ ഈ ഒരു ഓവറോൾ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ FIAs ഓപ്ഷനിൽ എന്താണ് ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, കോൾ അവർ ബൈ ചെയ്യുന്നത് 1.43 ലാഖിനാണെങ്കിൽ പുട്ട് ബൈ അത് ബെയറിഷാണ്. 4.45 ലാഖിനാണ് പുട്ട് ബൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ബെയറിഷ് ഉണ്ട് എങ്കിലും നേരെ നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാൽ അതൊന്ന് ആവറേജ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കോൾ അവർ ബൈ ചെയ്യുന്നത് 2.29 ലാഖിനാണ് എങ്കിൽ പുട്ട് അവർ ബൈ ചെയ്യുന്നത് വളരെ കുറവിനാണെന്നും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് ആവറേജ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂട്രൽ റേഞ്ചിൽ ആണെന്ന് പറയാം ഇവിടുത്തെ ഡേറ്റ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലയന്റിന്റെ കേസിലേക്ക് വന്ന് ക്ലയന്റ് ഇവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് 3.72 ലാഖിനും പുട്ട് സെല്ല് ചെയ്യുന്ന 6.8 ലാഖിനുമാണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഓവറോൾ മുന്നേ ഉള്ള ഡേറ്റ എടുത്ത് നോക്കുമ്പോഴും അവർ ഒരു ബെയറിഷ് രീതി സെറ്റ് ചെയ്തേക്കുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു.
അപ്പോൾ എങ്ങനെ വന്നാലും നമ്മുടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനോട് പോവുകയാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള ഡേറ്റകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ എന്താണ് FISന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചറിൽ FIS തീർച്ചയായിട്ടും അവർ ബെയറിഷ് രീതി തന്നെയാണ് ഫ്യൂച്ചറിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി DISന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ DIS ഇവിടെ ഫ്യൂച്ചർ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഷോർട്ട് പൊസിഷൻ അല്പം കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് 2 ദിവസമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് പോസിറ്റീവാണ്. പ്രോസിൻ്റെ കണ്ടീഷനിലേക്ക് വന്നാലും അവർ ബെയറിഷ് ആണ്. ക്ലയൻറ്റിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവർ ബുള്ളിഷ് ആണ്. എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബുൾ രീതി അവരവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അവരല്പം കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒറ്റയടിക്ക് പറയാനുള്ളത്. അപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. മാർക്കറ്റ് ഒരു ഏറെക്കുറെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ കൺസോൾട്ടേഷൻ രീതിയിലേക്ക് നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് നിലവിൽ കാണുവാനും സാധിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. മാർക്കറ്റിന്റെ സ്വഭാവങ്ങളൊക്കെ മാറുകയാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വീക്കിലി എക്സ്പയറി എന്നത് നമ്മളുടെ സെൻസെക്സും നിഫ്റ്റിയും മാത്രമാണ് വീക്കിലി എക്സ്പയറി ഉള്ളത്. അതിൽ സെൻസെക്സിന്റെ എക്സ്പയറി നമ്മുടെ വെള്ളിയാഴ്ചയായിരുന്നു അല്ലേ. അപ്പോൾ അത് അവർ മാറ്റാൻ പോവുകയാണ്. അത് നേരെ ചൊവ്വാഴ്ചത്തെ ദിവസം അവരുടെ എക്സ്പയറി കൊണ്ടുവരുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ എക്സ്പയറി ഡേ ഒരുപാട് നമുക്ക് മാർജിൻ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഒക്കെ അവിടെ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇനി അടുത്ത മാസത്തോടെ അല്ലെങ്കിൽ ജനുവരിയോടെ ഒക്കെ നമുക്ക് ലോട്ട് സൈസുകൾ കൂട്ടാൻ പോവുകയാണ്. ഈ ഒരു സമയത്തൊക്കെ മാർക്കറ്റിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലൊക്കെ മാറ്റി കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാർക്കറ്റിനെ പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് ട്രേഡ് ചെയ്യരുത്. മാറി നിന്ന് മാർക്കറ്റിനെ കാണുവാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.